നമസ്തേ. ഇന്ന് നമ്മൾ വിശേഷണ വിശേഷ്യ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒരു വിശേഷ്യത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഉദാഹരണം നോക്കുമ്പോൾ കൂടുതൽ അറിയാം. ഉത്തമ, സുന്ദര, സമീചീന 3 പദങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉത്തമ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അറിയാം നല്ലത്. സുന്ദര സുന്ദരൻ. സമീചീന അതും നല്ലത് എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഈ 3 പദങ്ങൾ നമ്മൾ പുല്ലിംഗമായിട്ടും സ്ത്രീലിംഗമായിട്ടും നപുംസകലിംഗമായിട്ടും ഉപയോഗിക്കാം. എങ്ങനെയാണ്? ഇത് ഒരു പുരുഷനെ സൂചിപ്പിക്കുകയാണെങ്കിൽ, പുരുഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിംഗ ശബ്ദത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അതിൻ്റെ രൂപങ്ങൾ. സ്ത്രീലിംഗ പദത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും രൂപം. നപുംസകലിംഗ ശബ്ദത്തിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും അതിൻ്റെ രൂപം. നമുക്ക് നോക്കാം. ഉത്തമ, പുല്ലിംഗം ഉത്തമഃ, സ്ത്രീലിംഗം ഉത്തമാ, നപുംസകലിംഗം ഉത്തമം. ഉദാഹരണത്തിന് ഉത്തമഃ രാമഃ. രാമഃ അകാരാന്ത പുല്ലിംഗ ശബ്ദം, അതുകൊണ്ട് ഉത്തമഃ രാമഃ. ഉത്തമാ സ്ത്രീലിംഗം സീതാ, ഉത്തമാ സീതാ. ഉത്തമം നപുംസകലിംഗ ശബ്ദം ഉത്തമം പുഷ്പം. പുഷ്പം നപുംസകലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് ഉത്തമം പുഷ്പം. വേറെ ഉദാഹരണങ്ങൾ. ഉത്തമഃ കൃഷ്ണഃ, ഉത്തമാ രാധാ. ഉത്തമം നപുംസകലിംഗ ശബ്ദം ഫലം, പഴം, ഫലം. ഇനി അടുത്തയിലേക്ക് വരാം. സുന്ദര, സുന്ദരഃ സീത. അല്ല, സീത എന്ന് പറയാൻ പറ്റില്ല. സുന്ദരഃ പുല്ലിംഗ ശബ്ദമാണ്, അപ്പം പുല്ലിംഗ ശബ്ദം സുന്ദരഃ രവിഹി. രവിഹി ഇകാരാന്ത പുല്ലിംഗ ശബ്ദം. സുന്ദരഃ രവിഹി. സുന്ദരീ ദേവി, സുന്ദരീ ദേവി. സുന്ദരം നപുംസകലിംഗ ശബ്ദം സുന്ദരം വാഹനം. വാഹനം, വാഹനം സുന്ദരം. വേറെ ഉദാഹരണങ്ങൾ. സുന്ദരഃ വാനരഃ, സുന്ദരീ വാനരീ. സുന്ദരം മിത്രം. സുന്ദരം വാനരം എന്ന് വരില്ല, സുന്ദരം മിത്രം. ഇപ്പം മിത്രഃ മിത്രം എന്നുണ്ട്. മിത്രഃ പുല്ലിംഗ ശബ്ദമാണെങ്കിൽ അത് സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. മിത്രം നപുംസകലിംഗ ശബ്ദമാണെങ്കിൽ അത് സുഹൃത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സുന്ദരം മിത്രം എന്ന് പറയുമ്പോൾ സുന്ദരമായ മിത്രം. ഇനി സമീചീന നല്ല. സമീചീനഃ രവിഹി, സമീചീനഃ വിഷ്ണുഃ. സമീചീന സ്ത്രീലിംഗം സീതാ, സമീചീന ലതാ, സമീചീന മാതാ. സമീചീനം നപുംസകലിംഗ ശബ്ദം. സമീചീനം എന്ത് വരും? പുഷ്പം. സമീചീനം ജലം. സമീചീനം വാഹനം. സമീചീനം വ്യജനം, നമ്മൾ ഫാന്. സമീചീനം വ്യജനം. എന്തൊക്കെ നപുംസകലിംഗ ശബ്ദത്തിൽ വരുന്നു അതൊക്കെ സമീചീനം എന്ന് വരുന്നു. അപ്പോൾ വിശേഷ്യ വിശേഷണം, വിശേഷണത്തിൻ്റെ വിശേഷ്യത്തിൻ്റെ ലിംഗമനുസരിച്ച് വിശേഷണവും മാറും. പുല്ലിംഗ ശബ്ദം വരുമ്പോൾ ഇങ്ങനെ, സ്ത്രീലിംഗം വരുമ്പോൾ ഇങ്ങനെ, നപുംസകലിംഗം വരുമ്പോൾ ഇങ്ങനെ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഇവരെ ആരെയാണോ സൂചിപ്പിക്കുന്നത് അവരുടെ ലിംഗം അനുസരിച്ച് വിശേഷണത്തിൻ്റെ ലിംഗവും മാറുന്നു. കുറച്ചുകൂടി ഉദാഹരണമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.